ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന 2025 മെയ് മാസഫലം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, അതുപോലെ പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് മെയ് മാസം എങ്ങനെയാകും. അപ്പം നമുക്ക് ഈ കുംഭക്കൂറുകാരുടെ ഫലം പറയുന്നതിന് മുമ്പ് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ രാശ്യാധിപനും ലഗ്ന രാശ്യാധിപനുമായിട്ടുള്ള ശനി, ആ ശനി 2-ലാണ് സഞ്ചരിക്കുന്നത്. സൂര്യനാണെങ്കിൽ മെയ് 15-ന് മൂന്നിൽ നിന്നും 4-ലേക്ക് രാശി മാറുന്നു. ചൊവ്വ 6-ലെ സ്ഥിതി തുടരുന്നു. ബുധനാണെങ്കിൽ മെയ് 7-ന് 2-ൽ നിന്നും 3-ലേക്കും 23-ന് ആ ബുധൻ 4-ലേക്കും രാശി മാറുന്നു. ഗുരു മെയ് 14-ന് 4-ൽ നിന്ന് 5-ലേക്ക് രാശി മാറുന്നു. ശുക്രനാണെങ്കിൽ 2-ൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നു. സുഖസ്ഥാനാധിപനാണ് ശുക്രൻ. 31-ന് ആ ശുക്രൻ 2-ലേക്ക് രാശി മാറുന്നു. അതുപോലെ മെയ് 18-ന് രാഹു 2-ൽ നിന്നും ജന്മ ലഗ്ന രാശിയിലേക്ക് രാശി മാറുന്നു. കേതു അഷ്ടമത്തിൽ നിന്ന് 7-ലേക്ക് രാശി മാറുന്നു. ഇതാണ് മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതി. അപ്പം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് നമുക്ക് ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ 2-ലാണ്. 2 ഒരു മാരകസ്ഥാനം എന്നും കൂടെ വേണമെങ്കിൽ പറയാം. അതുപോലെ സുഖസ്ഥാനാധിപനായുള്ള ശുക്രനോടൊപ്പമാണ് ആ ശനി നിൽക്കുന്നത്. 6-ല് ചൊവ്വ നീചസ്ഥിതനാണ്. അഷ്ടമത്തിൽ കേതു ഉണ്ട്. ശനി 12-ാം ഭാവാധിപനും കൂടി ആയിട്ടാണ് 2-ല് നിൽക്കുന്നത്. ഇപ്പോൾ പൊതുവെ ആരോഗ്യസ്ഥിതി നോർമൽ എന്ന് പറയാം. എങ്കിലും ഈ 12-ാം ഭാവാധിപൻ 2-ല് വരുമ്പോൾ ചിലർക്ക് ഈ വിഷൻ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ദന്ത സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ 2-ലൊക്കെ രാഹുവും ശനിയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് കോപമൊക്കെ കുറയ്ക്കണം, അഗ്രസീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റണം. അതുപോലെ ജന്മരാശിയിലും ആ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ പകുതി രാഹു ജന്മരാശിയിലേക്ക് വരികയാണ്. അവിടെ ജന്മരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ പകുതി എന്ന് പറയുമ്പോൾ ആ ചൊവ്വ 12-ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു കെയർ വേണം. എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ പാദങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കണങ്കാലിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവസാനത്തെ പകുതി കേതു 7-ലോട്ട് വരുന്നത് പ്രത്യേകിച്ച് ഈ ലോവർ അബ്ഡമനിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. ജീവിത പങ്കാളിക്ക് 7-ലൊക്കെ ആ കേതു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ ആ സമയത്ത് വരാം. എങ്കിലും ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിൽ ഉള്ള സമയമായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണെങ്കിലും ഒരു പരിധിവരെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമാകും. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കാം. അപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ ഈ 10-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ 6-ലാണ്, നീചസ്ഥിതനാണ്. കർമ്മസ്ഥാനത്ത് ആദ്യ പകുതി ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ വർക്ക് പ്ലേസിലൊക്കെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. 6-ലൊക്കെ ആ ചൊവ്വയുടെ സ്ഥിതി വരുമ്പോൾ. അതുപോലെ തന്നെ 10-ലെ ഗുരുദൃഷ്ടി പൊതുവേ നമുക്ക് തൊഴിലിൽ നേട്ടത്തിനൊക്കെ സഹായകമാണ്. ഇപ്പം ഉയർന്ന തൊഴിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഉയർന്ന തൊഴിൽ ചെയ്യുന്നവർക്ക് പൊതുവെ തൊഴിലിൽ ഒരു അപ്രിസിയേഷൻ, അംഗീകാരമൊക്കെ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതിയാണ്. ഇപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ നീതിപൂർവം പരിഹരിക്കുന്നതിനും ആ 10-ലെ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 2 വാരം.
അതുപോലെ ഈ 10ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 10ാം ഭാവാധിപൻ 12ലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ അവസരങ്ങൾ അവർക്കുണ്ടാകും. അവർക്ക് വിദേശത്ത് തൊഴിൽ കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ഈ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അവർക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. പ്രത്യേകിച്ച് ആദ്യ പകുതിയൊക്കെ ആ 3ൽ സൂര്യൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് നമുക്ക് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ വർക്കിലൊക്കെ ആക്റ്റീവ് ആകും. പരീക്ഷകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഗുരുവിൻ്റെ ക്രമേണ മെയ് 14 ആകുമ്പോൾ ഗുരു 4 നിന്ന് 5ലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ 5ലേക്കുള്ള ഗുരുവിൻ്റെ രാശിമാറ്റവും വളരെ ഗുണം ചെയ്യും. തൊഴിൽ ഭാഗ്യത്തിനൊക്കെ ആ ഗുരുവിൻ്റെ 9ലെ ദൃഷ്ടി, 5ലേക്കൊക്കെ ഗുരു മാറുകയും അവിടെ നിന്നുകൊണ്ട് ഗുരു 9ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു ഭാഗ്യാനുഭവം ഉണ്ടാകും. വിദേശ യാത്രകൾക്ക് വന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. രാഹു മെയ് 18 ജന്മരാശിയിൽ വരുന്നത് നമ്മുടെ പ്രവർത്തന മേഖലയിൽ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്രവർത്തന മേഖലയിൽ ഉയർന്ന തലത്തിൽ ഒരു നേതൃതലത്തിലൊക്കെ നമുക്ക് എത്തുവാൻ ആ ജന്മരാശിയിലെ രാഹു സഹായകമാണ്. പൊതുവെ വർക്കിൽ വിജയം പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി 3ൽ ഉച്ചസ്ഥിതനാണ്. അതിനുശേഷം ആ സൂര്യൻ 4ലേക്ക് രാശി മാറുന്നു. യോഗകാരകനായിട്ടുള്ള ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന മാസമാണ്. അപ്പോൾ അത് ആ ശുക്രനാണെങ്കിൽ ധനരാശിയിലാണ് നിൽക്കുന്നത്, ധനഭാവത്തിലാണ് നിൽക്കുന്നത്. ബിസിനസ്സുകാരകൻ ബുധൻ, ആ ബുധൻ 2ൽ 3ൽ 4ലൊക്കെ സഞ്ചരിക്കുന്ന സമയം കൂടെയാണ് ഈ മെയ് മാസം എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിൽ പൊതുവെ ആദ്യ പകുതി എന്ന് പറയുന്നത് ഗുണാനുഭവം പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. അവസാനത്തെ പകുതി ആ 7ലേക്ക് ആ കേതുവിൻ്റെ രാശിമാറ്റം വരുന്നുണ്ട്. അപ്പോൾ 7ൽ കേതുവിൻ്റെ രാശിമാറ്റം വരുമ്പോൾ ഒരു ബിസിനസ്സിൽ ഒരു ആലസ്യം അല്ലെങ്കിൽ ഒരു ശ്രദ്ധക്കുറവൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എങ്കിലും 7ാം ഭാവാധിപൻ ആ 7ൻ്റെ 10ലേക്ക് വരുന്ന സമയമാണ്. പ്രത്യേകിച്ച് സൂര്യൻ അവസാനത്തെ പകുതി ആ 7ാം ഭാവത്തിൻ്റെ 10ൽ വരുമ്പോൾ ബിസിനസ്സിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കും. വിദേശ വിപണനം നടത്തുന്നവർക്ക് പൊതുവെ ഗുണാനുഭവമാണ്. ആ ചൊവ്വ ആ 12ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഉച്ചദൃഷ്ടിയാണ് ആ ചൊവ്വ 12 ചെയ്യുന്നത്. അത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് വിദ്യാർത്ഥികളുടെ സ്ഥിതി ഇങ്ങനെ നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവാധിപനാണ് ബുധൻ. ആ ബുധൻ 2, 3, 4 രാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ ഗുരു ആദ്യ പകുതി 4ലായിരിക്കും. അതിനുശേഷം ആ ഗുരു 5ലേക്ക് രാശി മാറുന്നു. അതുപോലെ 9ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 2ൽ ഉച്ചസ്ഥിതനാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ സൂര്യൻ 3, 4 രാശികളിലൊക്കെ രാശി മാറുന്നു. അപ്പോൾ ഈ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂല സമയമാണ്. ആഗ്രഹിക്കുന്ന കോഴ്സിൽ അവർക്ക് അഡ്മിഷൻ സാധ്യമാകും. പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ അതിനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് അവരുടെ ബുദ്ധിശക്തിയൊക്കെ കൂടും, അപഗ്രഥന ശേഷിയൊക്കെ കൂടും, അവരുടെ മെമ്മറി പവറൊക്കെ കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മാസത്തിൻ്റെ അവസാന പകുതിയാണ് അവർക്ക് കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകുന്നത്. അക്കാഡമിക് തലത്തിലൊക്കെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയും. പരീക്ഷകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. ഉന്നത വിജയത്തിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഉന്നത പഠനമൊക്കെ വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ്. അവർക്ക് ഈ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ വിദേശത്ത് അഡ്മിഷൻ കിട്ടുന്നതിനും അതുവഴി അവർക്ക് ചിലപ്പോൾ ആ പഠനത്തിലൊക്കെ സ്കോളർഷിപ്പൊക്കെ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു. ഇനി നമുക്ക് ധനസ്ഥിതി നോക്കാം. ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് 2ഉം 11ഉം ഭാവാധിപൻ ഗുരു തന്നെയാണ്. ആ ഗുരു മെയ് 14
4 നിന്നും 5 മാറുന്നു. 2-ാം ഭാവത്തിൽ ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയാണ്, ധനഭാവത്തിൽ. അപ്പോൾ ആദ്യ പകുതി ആ ഗുരുശുക്ര പരിവർത്തന യോഗമൊക്കെ ഉണ്ട്, സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. അവസാനത്തെ പകുതി ധനാഗമം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാരണം ആ ഗുരു 11 രാശി മാറുകയും 11 ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരികയാണ്. അത് ചിലപ്പോൾ ബിസിനസ് വഴിയായാലും തൊഴിൽ വഴിയായാലും വിദേശ ബന്ധം വഴിയായാലും സൗഹൃദങ്ങൾ വഴിയും സാമൂഹ്യ ബന്ധം വഴിയൊക്കെ വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പം പൊതുവേ നമുക്ക് ഈ 11 ഗുരുവുമായിട്ട് 11 ആ ഗുരുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായകമാണ്. 11-ാം ഭാവാധിപനാണ് ഗുരു. അപ്പോൾ അത് മാത്രമല്ല 2-ാം ഭാവാധിപനുമാണ് ഗുരു. അപ്പോൾ നമുക്ക് വരുമാന മാർഗം ഉണ്ടാകും, സമ്പാദ്യ വർധനവിനുമൊക്കെ സാധ്യതയുണ്ട്. അതേസമയം 12-ാം ഭാവാധിപനായിട്ടുള്ള ശനി 2 നിൽക്കുന്നു. ഇപ്പം ശനി ജന്മരാശ്യാധിപനുമാണ്, 12-ാം ഭാവാധിപനുമാണ്. അപ്പം 2 ശനി വരുമ്പോൾ ധനം ചെലവ് ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. ഇപ്പം ചിലപ്പോൾ നമുക്ക് ധനപരമായ ഇടപാടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടം ഉണ്ടാകാം. അപ്പോൾ ആ ഇടപാടുകളിൽ ഒരു കെയർ കൊടുത്ത് പോവുക. ഇനി വിവാഹം, ദാമ്പത്യമെന്നും കുടുംബജീവിതം എങ്ങനെ നോക്കാം. ആദ്യ പകുതിയൊക്കെ 7-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. അവസാനത്തെ പകുതി ഗുരുവിൻ്റെ 5-ലെ സ്ഥിതി. ഇപ്പോൾ ഗുരു ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നു. ആദ്യ പകുതി വിവാഹ ആലോചനകൾ ഉണ്ടാകുന്ന സമയമാണ്. അവസാനത്തെ പകുതി എന്ന് പറയുമ്പോൾ 7-ലേക്കൊക്കെ ആ കേതുവിൻ്റെ രാശി മാറ്റം വരുന്നു. അത് ആലോചനകളിൽ ഒരു സംതൃപ്തി കുറവ്, അല്ലെങ്കിൽ വിവാഹ നിശ്ചയം നീണ്ടുപോകുന്നതിനൊക്കെ ഒരു സാഹചര്യം ചിലപ്പോൾ ആ 7-ലെ കേതു ഉണ്ടാക്കിയെന്ന് വരാം. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ പ്രശ്നങ്ങളൊക്കെ മാറും. അവസാനത്തെ പകുതി ഗുരു 5-ലേക്കൊക്കെ രാശി മാറുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ജന്മരാശ്യാധിപനായിട്ടുള്ള ശനിയും ശുക്രനുമായിട്ടൊക്കെയുള്ള ബന്ധം, ഇവയൊക്കെ പ്രണയബന്ധം പൊതുവെ സന്തോഷകരമാക്കും. മാരിറ്റൽ റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ ആദ്യ പകുതി വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. 7-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് വരുന്നതും, അതേസമയം അവസാനത്തെ പകുതി 7-ലേക്ക് കേതു രാശി മാറുന്നു, ജന്മരാശിയിൽ രാഹുവും വരുന്നു. അപ്പോൾ ഈ രാഹു കേതുക്കളുടെ ആക്സിസിലാണ് 7-ാം ഭാവം വരുന്നത്. അത് ദാമ്പത്യ ബന്ധത്തിൽ പ്രത്യേകിച്ച് അവസാനത്തെ പകുതി ഒരു സംതൃപ്തി കുറവ് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ആ 7-ലെ കേതു സൃഷ്ടിച്ചു എന്ന് വരാം. അതേസമയം ആത്മീയ ചിന്തയുള്ള ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടാകണമെന്നില്ല. കാരണം അവർക്ക് തെറ്റുകൾ തിരിച്ചറിയുന്നതിനും സംയമനം ഉണ്ടാകുന്നതിനും പ്രത്യേകിച്ച് ആ ആത്മീയ ചിന്ത അവർക്ക് അതിന് സഹായകമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവെ സന്തോഷകരമാകും. 2-ൽ ശുക്രനുണ്ട്. അതുപോലെ 2-ാം ഭാവാധിപൻ ആദ്യ പകുതി സുഖസ്ഥാനത്താണ്, 4-ലാണ്. ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗമുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നമ്മളെ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ്. സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ ശ്രമമുണ്ടാകും. അതുപോലെ അവസാനത്തെ പകുതി സൂര്യൻ 4-ലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ആ 4 നിൽക്കുന്ന സൂര്യനെ 2 നിൽക്കുന്ന ശനി ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ സൂര്യനും ശനിയൊക്കെ ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ 4 നിൽക്കുന്ന സൂര്യനെ ശനി ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഈ കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ ഭിന്നത, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാക്കാം. അതുകൊണ്ട് അവസാനത്തെ പകുതി, ആദ്യ പകുതി അത്ര പ്രശ്നമില്ല. കാരണം ആ 4-ൽ ഗുരുവിൻ്റെ സ്ഥിതിയുണ്ട്. അപ്പോൾ 4-ൽ സൂര്യൻ വരികയും സൂര്യനെ ശനി ദൃഷ്ടി ചെയ്യുകയും ചെയ്യുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ മനസ്സംഘർഷമൊക്കെ ഉണ്ടാകും, മനസ്സമാധാനമൊക്കെ കുറയ്ക്കാം. അപ്പോൾ അവിടെ ഒരു കെയർ കൊടുത്ത് പോവുക. മെയ് 3, 4, 5, 8, 9, 10, 18, 19, 31 ഈ തീയതികൾ, ഈ ദിവസങ്ങൾ ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ
ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം, പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ഒഴിവാക്കണം. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഫലമാണ്. അപ്പോൾ കുംഭക്കൂറിൽ പെടുന്ന ചിലർ മാത്രമേ കുംഭലഗ്നക്കാരായിട്ട് വരാറുള്ളൂ. മറ്റുള്ളവരെല്ലാം വ്യത്യസ്ത ലഗ്നരാശികളിൽ വരുന്നവരാണ്. അപ്പോൾ കുംഭക്കൂറിൽ പെടുന്ന കുംഭലഗ്നക്കാരല്ലാത്ത മറ്റ് ലഗ്നരാശിയിൽ പെടുന്നവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. എങ്കിൽ മാത്രമേ, ഇപ്പം ചിലപ്പോൾ നമുക്ക് കൂറിൻ്റെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ദോഷാനുഭവം വരും. പക്ഷേ അവർക്ക് നല്ല ലഗ്നമാണെങ്കിൽ, ലഗ്നം ഇഷ്ടസ്ഥാനത്താണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ളൊരു ഫലം ഉണ്ടാവും. അതുകൊണ്ട് ഒരേ നക്ഷത്രത്തിലുള്ളവർക്ക് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കൂറിൽ പെടുന്ന നക്ഷത്രക്കാർ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത ലഗ്ന ഫലത്തിനുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.